ARM അഥവാ അജയന്റെ രണ്ടാം മോഷണം ചിത്രത്തെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ സംവിധായകനായ ജിതിൻ ലാൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ചില വരികൾ കുറിച്ചു. എന്താണ് അദ്ദേഹം തൻ്റെ പുതിയ സിനിമ വരാൻ പോകുന്നതിൻ്റെയും അതിനെപ്പറ്റി ഉള്ള എക്സ്പെക്റ്റേഷനും ആളുകളുടെ സപ്പോർട്ടും പിന്തുണയും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നുള്ളത്. ഏതായാലും ജിതിൻ ലാൽ എന്ന പേര് മലയാള സിനിമയിൽ ഇനി ഒരുപാട് കാലം ഉയർന്നു കേൾക്കുമെന്നാണ് ഈ ചിത്രം കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. കാരണം ഈ സിനിമ എടുത്തു വച്ചിരിക്കുന്ന രീതി എന്നുള്ളത് വളരെ നല്ല എക്സിക്യൂഷനാണ് സംവിധായകൻ എന്നുള്ള നിലയിൽ ജിതിൻ ലാൽ ഈ ചിത്രത്തിന് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ നല്ല ഒരു ഡയറക്ഷൻ എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി ചിത്രത്തിലേക്ക് വന്നാൽ ടോവിനോയാണല്ലോ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. മലയാളത്തിൽ ഇത്തരം ഒരു ബിഗ് ബഡ്ജറ്റ് ഒരു ഹൈ പ്രൊഫൈൽ മൂവികൾ വരാറുള്ള, അത്തരം പരീക്ഷണങ്ങൾ നടത്താറുള്ള സാധ്യതകൾ വിരളമാണ്. അത്തരം ചിത്രങ്ങൾ മലയാളത്തിൽ അങ്ങനെ വരാറില്ല. പക്ഷേ ഇവിടെ ടോവിനോയെ വെച്ച് ഇത്തരം ഒരു റിസ്ക്, അതായത് ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഒരു വലിയൊരു ബിഗ് സ്ക്രീൻ ആവശ്യപ്പെടുന്നുള്ള രീതിയിലുള്ള മേക്കിംഗ് മികവാണ് ജിതിൻ ലാൽ ഇതിനു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ടോവിനോയുടെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല. അഡ്വഞ്ചർ ടൈപ്പ് കഥാപരിസരമാണല്ലോ ചിത്രത്തിൻ്റെ ജനർ എന്ന് പറയുന്നത് അഡ്വഞ്ചറാണ്. അപ്പോൾ അഡ്വഞ്ചർ ടൈപ്പ് കഥകൾക്ക് പൊതുവേ ഉള്ള ഒരു ഒരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് അത് ചിത്രത്തിന് ആവശ്യമാണ്. അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BGM ചില സമയത്ത് ഹൈ ലെവൽ ആയിരുന്നെങ്കിലും BGMും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എഡിറ്റിംഗ്, ഷമീർ മുഹമ്മദാണ് എഡിറ്റിംഗ്. ഒരുപാട് നല്ല പേര് കേട്ട എഡിറ്റിംഗ് വിഭാഗമാണ്. അതോടൊപ്പം തന്നെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് വർക്ക് ചെയ്ത മറ്റൊരു വിഭാഗമാണ് ഈ ചിത്രത്തിൻ്റെ ആർട്ട് വർക്ക് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ വളരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത, വളരെ കഷ്ടപ്പെട്ടെടുത്ത കേരളത്തിന് പുറത്തും നമുക്ക് കൊടുക്കാവുന്ന നല്ലൊരു ചിത്രമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ചിത്രം ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു കേളു എന്ന ടോവിനോയുടെ കഥാപാത്രത്തോടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. 1900 കാലഘട്ടത്തിൽ 1900 കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു കഥാപാത്രം തുടങ്ങുന്നുള്ളത്. അപ്പോൾ ആ ടോവിനോയുടെ എൻട്രി, അതോടൊപ്പം തന്നെയുള്ള ആ ഫൈറ്റ് സീക്വൻസൊക്കെ ആദ്യം നന്നായി വന്നു. അതിനുശേഷം 1990കളിലേക്ക് അജയന്റെ കഥാപരിസരത്തേക്ക് ചിത്രം കൊണ്ടുവന്നു. അപ്പോൾ അതിലാണ് ബാക്കി സംഭവ വികാസങ്ങൾ ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ ഈ അജയൻ എന്നുള്ള കഥാപാത്രത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന കഥാപാത്രം ടോവിനോയുടെ അച്ഛൻ കഥാപാത്രത്തിലേക്ക് ചിത്രത്തെ കൊണ്ടുപോയിട്ടുണ്ട്. ആ കഥാപാത്രം എന്നുള്ളത് ഈ ചിത്രത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് ടോവിനോയുടെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് നൽകിയ കഥാപാത്രം എന്ന് പറയാം. എസ്പെഷ്യലി ഫൈറ്റ് സീനുകളിലൊക്കെ നന്നായി പണിയെടുത്തുകൊണ്ടാണ് ആ കഥാപാത്രത്തെ ടോവിനോ ഈ ചിത്രത്തിന് വേണ്ടി സമ്മാനിച്ചിട്ടുള്ളത്. മണിയൻ എന്നാണ് ടോവിനോയുടെ പിന്നൊരു കഥാപാത്രത്തിന് വരുന്നത്. അതായത് ഈ അജയന്റെ അച്ഛൻ കഥാപാത്രം. ഒന്നും പറയാനില്ല, മാസ് പെർഫോമൻസ്. അതായത് ആ സ്ക്രീൻ പ്രസൻസും അതോടൊപ്പം തന്നെ ഫൈറ്റ് സീക്വൻസ്, അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഓരോ സംഭവങ്ങൾ വരുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന എഫേർട്ട്, പെർഫോമൻസ് എല്ലാ രീതിയിലും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും പറയാനുള്ളത് ബാക്കി അഭിനയിച്ച താരങ്ങളെ പറ്റിയാണ്. അവരും ആ സിനിമയ്ക്ക് എന്താണോ ആവശ്യം അത് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഈ 3 കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ചിത്രം വളരെ വലിയൊരു സ്കെയിലിൽ ഇത്തരം ഒരു ചിത്രം ഒരുക്കുക എന്ന് തന്നെ ശ്രമകരമായ കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ എൻറ്റയർ ഡിപ്പാർട്ട്മെന്റ്, ജിതിൻ ലാൽ, പിന്നീട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ ധൈര്യമായിട്ട് വന്ന സക്കറിയ, മറ്റൊന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ, ഇവരൊക്കെ ഈ ചിത്രത്തിന് വേണ്ടി കൊടുത്ത എഫേർട്ടിൽ തീർച്ചയായും അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. ഒരുപാട് സമയമെടുത്തിട്ടാണ് ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സിനിമയിലേക്ക് വന്നാൽ ബേസിലുണ്ട്. അതോടൊപ്പം തന്നെ കീർത്തി ഷെട്ടിയാണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം മറ്റു ഒരുപാട് താരങ്ങൾ, സുധീഷ് അടക്കമുള്ള ഒരുപാട് ആളുകൾ ഈ ചിത്രത്തിന് വേണ്ടി പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ
വളരെ നല്ല എഫേർട്ട് എടുത്ത് വളരെ നല്ല രീതിയിൽ കഷ്ടപ്പെടുത്ത് അധ്വാനിച്ചെടുത്ത ഒരു പടമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എന്താണ് ഈ ആ ഒരു അംഗീകാരം ഇതിന് നമ്മൾ നൽകേണ്ടതുണ്ട്, ആ ഒരു റെസ്പെക്റ്റ് നമ്മൾ ഈ ചിത്രത്തിന് നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ് ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണണം. OTT വന്നിട്ട് അവസാനം കണ്ടാൽ ഇതിൻ്റെ ഈ ക്വാളിറ്റിയുടെ, അതായത് ഈ ഒരു സംഗതിയുടെ എല്ലാ എഫേർട്ടിൻ്റെ എല്ലാ വിലയും നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തിയേറ്റർ അനുഭവമായിട്ട് തന്നെ കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണതയോടെ കൂടി അത് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. ഇത്രയുമാണ് ചിത്രത്തെ, കൂടുതൽ പറഞ്ഞ് ഇതാക്കാനില്ല. നിങ്ങൾ ഈ ചിത്രം കണ്ടു തന്നെ അറിയണം. ഓവറോൾ ടോവിനോയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസുകളിൽ ഒന്നായിരിക്കും ഈ ചിത്രം ARM എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വർക്ക് ചെയ്ത എൻറ്റയർ ഡിപ്പാർട്ട്മെൻറ്റ് ഓവറോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ് ഈ ARM അഥവാ അജയൻ്റെ രണ്ടാം മോഷണം.